അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനകത്തുനിന്ന് 2 ആശയങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ആക്ട്സ് ചാപ്റ്റർ 26 verse 19, 20, 21, 22 വായിച്ചു കേൾക്കാം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശങ്ങളും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ധന്യനായ പൗലോസ്ലീഗയുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് പൗലോസും നടത്തിയ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. സുവിശേഷം നിമിത്തം പൗലോസ് ഒത്തിരി പീഡകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പൗലോസ് മാത്രമല്ല, യഥാർത്ഥമായിട്ട് ആര് സുവിശേഷം പറയുന്നുണ്ടോ അവർക്കെല്ലാം എതിരുകളുണ്ട്, പീഡകളുണ്ട്, സ്തോത്രം, എതിർപ്പുകളുണ്ട്. അതൊന്നും കണ്ട് ആരും പതറരുത്. സുവിശേഷ വേല സമർപ്പണമുള്ളവർ ചെയ്യേണ്ടതാണ്. ഇവിടെ പൗലോസിനെ സുവിശേഷം പറഞ്ഞു എന്ന ഒരു കാരണത്താൽ പൗലോസിനെ പല പല ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. പൗലോസ് ഈ അഗ്രിപ്പാവിനെ പറ്റി കുറേ കാര്യങ്ങൾ കേട്ടപ്പം അഗ്രിപ്പ രാജാവ് ഒരാളോട് പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ പ്രസംഗം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന്. സ്തോത്രം. 25-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ്റെ പ്രസംഗം എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നെന്ന്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞേ കൂടെ നിന്ന് ആൾ പറഞ്ഞു, ഇന്ന് അവൻ വാ തുറന്നാൽ കേൾക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെയൊന്നും ചോദ്യത്തിനൊന്നും പൗലോസ് മറുപടി പറയത്തില്ല. പറഞ്ഞാൽ അതൊരു നല്ല മറുപടി തന്നെയായിരിക്കും. അങ്ങനെ പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം അഗ്രിപ്പ രാജാവിന് മുമ്പിൽ ധൈര്യത്തോടെ പൗലോസ് പറയുന്നൊരു പദമാണ്, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഒരു ദൈവവൈതലിന്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യമാണ്. 2 ആശയം പൗലോസ് അവിടെ പറയാ. ഒന്ന്, ഞാനൊരു സ്വർഗീയ ദർശനം പ്രാപിച്ച ആളാണ്. 2, ഞാൻ ഇന്നും നിൽക്കുന്നത് ഒരു ദൈവിക അനുസരണത്തിലാണ്. സ്തോത്രം. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത്, സ്തോത്രം, എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഒരു സ്വർഗീയ വിളിയാണ്. ദൈവത്തിന് സ്തോത്രം. 105-ാം സങ്കീർത്തനത്തിൻ്റെ 40-ാമത്തെ വാക്യം വായിക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മെ സ്വർഗീയ ഭോജനം കൊണ്ട് ദൈവം തൃപ്തിപ്പെടുത്തുക. അപ്പൊ സ്വർഗീയ വിളി മാത്രമല്ല, സ്വർഗീയ ഭോജനം കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തും. സ്തോത്രം. എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം പഠിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ ദാനങ്ങൾ ആസ്വദിക്കാൻ വിളിക്കപ്പെട്ടവരാ. എന്തോ സ്വർഗീയ ദാനങ്ങൾ. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലൈഫ് മുഴുവൻ ഭൂമിയുമായിട്ട് കണക്റ്റ് അല്ല, സ്വർഗവുമായിട്ട് കണക്റ്റാണ്. കേട്ടോ, അവൻ്റെ മേൽ വിളി കിടക്കുന്ന വിളി സ്വർഗീയ വിളിയാണ്. അവൻ ഭുജിക്കുന്നത് സ്വർഗീയ ഭോജനങ്ങളാണ്. അവൻ ആസ്വദിക്കുന്നത് സ്വർഗീയ ദാനങ്ങളാണ്. ഫിലിപ്പിയർ 3:20 പഠിക്കുമ്പം അവൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. അവനോട് സ്വർഗീയ പൗരര്. അടുത്തത് നമ്മൾ പഠിക്കുമ്പം 2 കൊരിന്ത്യർ 5:3 വായിക്കുമ്പം ഈ കൂടാരം പൊളിയുകയും കൈപ്പണി അല്ലാത്തൊരു സ്വർഗീയ പാർപ്പിടം നമ്മൾ ഇതിൻ്റെ മീതെ ധരിക്കേണ്ടവരുമാണ്. അപ്പം ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിടുക. നമ്മുടെ മേൽ കിടക്കുന്നത് ഒരു സ്വർഗീയ വിളിയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ഇപ്പോഴും ഒരു ദൈവിക അനുസരണത്തിലാണ്. എന്തുവാണ് ദൈവിക? ഈ എഫെസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പം 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യമൊട്ടൊക്കെ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. എഫെസ്യ ലേഖനം 2-ാം അധ്യായം
2-ാമത്തെ വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നിങ്ങള് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധീരരായിരുന്നു. ഇപ്പോഴോ അല്ല. ഒരാൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോ അതിനർത്ഥം അവൻ ദൈവിക അനുസരണത്തിൽ വന്നു എന്ന. ഈ നിങ്ങൾക്കറിയാമോ, അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഒരു യോഗത്തിന് വന്നുമ്പോൾ ഒരു ദൈവദാസനെ കൊണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുന്ന അല്ല. അങ്ങനല്ല. അനുഗ്രഹത്തിന്റെ രഹസ്യമെന്ന് പറഞ്ഞ അനുസരണ. ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെ അനുഗ്രഹവും 15 മുതൽ മുമ്പോട്ട് ശാപങ്ങളുമാണ് അല്ലേ? 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എടുത്തായിരുന്നു വായിക്കാമോ? സ്തോത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. അപ്പൊ ദൈവത്തെ നീ അനുസരിച്ചാൽ ദൈവം നിന്നെ എന്താക്കാവുന്ന സകല ജാതികളും വെച്ച് ഉന്നതമാക്കാം. അടുത്ത വാക്യം കൂടെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ഇനി വായിക്കണ്ട. 15 മുതൽ വായിക്കുമ്പോൾ ദൈവത്തെ തിരസ്കരിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ ഈ ശാപമല്ല നിനക്ക് വരും. അപ്പൊ ശാപം വരുന്ന റൂട്ട് ഏതാ? അനുസരണക്കേടാ. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഞാൻ വചനത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വരും. ഒരാൾ കർത്താവിന്റെ അടുക്കൽ വന്നാൽ അവർ ദൈവത്തെ അനുസരിക്കണം. നമുക്ക് മനസ്സിലാകാനായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. രണ്ടും വെച്ചിട്ടുണ്ട്. അനുഗ്രഹവും വെച്ചിട്ടുണ്ട്, ശാപവും വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട്. കൃപായുഗത്തില് ശാപമില്ല. കൃപായുഗത്തിൽ എന്തില്ല? ശാപമില്ല. പക്ഷെ അനുസരണം കെട്ടവന്റെ മേലുണ്ട്. അനുസരണത്തിൽ ജീവിച്ചാൽ നിനക്ക് നിന്റെ സന്തതിയുടെ കാലം തൊട്ട് അനുഗ്രഹം, അല്ല നിന്റെ കാലം തൊട്ട് അനുഗ്രഹം. അത് ഞാൻ ബൈബിളിൽ കൊണ്ടൊന്ന് തെളിയിച്ചുകൊണ്ട് വന്നിട്ട് വരാൻ വേണ്ടിയാണ് ഇന്ന് എൻ്റെ ഉള്ളിൽ ദൈവം പ്രേരണ തന്നേക്കുന്നത്. അപ്പം മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാനായിട്ട് പഠിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. 26-ാമത്തെ വാക്യം മുതൽ. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ വെക്കുക. അനുഗ്രഹവും വെക്കുന്നു, ശാപവും വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും, അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. ദൈവത്തിന് ഏറ്റവും പിണക്കമുള്ള കാര്യമാണ് അന്യ ദൈവങ്ങളെ സേവിക്കുക. അത് ചെയ്യാൻ പാടില്ല. ഈ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ന്യായപ്രമാണവും കൃപയും പഠിപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗത്തോട്ട് വരുന്നതിന് മുമ്പ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തിയ ഒരു കാര്യം പറയാം. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ എന്തുവായി? പാപി. ഇതെവിടെ വെച്ചാ? ഏതനി വെച്ച. അപ്പൊ ഏകന്റെ അനുസരണക്കേടിനാൽ എന്ത് ചെയ്തു? ഒത്തിരി പേര് പാപിയായി. പക്ഷെ ഏകന്റെ അതാരാ? പുത്രൻ യേശുക്രിസ്തു. നമ്മ സ്ത്രീ വൃക്ഷത്തിലേക്ക് കൈനീട്ടി പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സന്തതി ഒരു വൃക്ഷക്കൊമ്പിൽ കൈ സമർപ്പിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ഈ ജനത്തെ എനിക്ക് വേണം. ഹല്ലേലൂയ. കണ്ടോ? ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. അപ്പം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഓർക്കണം, ദൈവത്തെ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് തുറന്നു പറയുക, അനുഗ്രഹിക്കപ്പെടാൻ വലിയ പാടാ. പക്ഷെ അനുസരിക്കുന്നവനെ നിശ്ചയമായും ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ സ്വീകരിക്കുന്ന നാൾ മുതൽ നമുക്ക് ഈ ഭൂമിയിൽ ആയുസ്സിട്ട നാൾ വരെ ദൈവത്തെ അനുസരിച്ചാലേ പറ്റും.